നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 2024 നടന്ന കേരള പീസ് നടത്തിയ ചോദ്യപേപ്പറിൻ്റെ ഫൈനൽ ആൻസറൊക്കെയാണ് നമ്മളോട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് LDC, LGS തുടർന്നുള്ള ഇപ്പോൾ നടക്കാൻ പോകുന്ന ജൂൺ 20 നടക്കാൻ പോകുന്ന എക്സാമുകൾക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തിക അതിലേക്കൊക്കെ മാതൃകയാക്കാവുന്ന ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അതിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ലെവലുകളുടെ വിസ്തൃതി വരെ നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് നോക്കി പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണ് നമുക്കുള്ളത്? 2ഉം 4ാമത്തെ പ്രസ്താവന, 2ാമത്തും 4ാമത്തതുമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. ഓക്കെ, 1. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം എന്ത് ചെയ്യണം? ഒരു ബ്രിട്ടീഷ് പ്രസിഡന്റിനെ തലസ്ഥാനം നിലനിർത്തണം. അല്ലേ? അപ്പോൾ 2 കാര്യങ്ങളാണ് അവർ വെച്ചേക്കുന്ന കാര്യങ്ങൾ. ആരെന്തൊക്കെയാണ്? 1, ആ നാട്ടുരാജാവ് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിക്കൊണ്ട് പോരണം. അതുപോലെ ഒരു ബ്രിട്ടീഷ് പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തുകയും വേണം. ഈ 2 കാര്യങ്ങളാണ് ആ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം, ആ ഉടമ്പടി പ്രകാരം പറയുന്ന കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി ആരായിരുന്നു? സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി ആരായിരുന്നു? വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു അല്ലേ? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ അല്ലേ? സൈനികത്തിൻ്റെ സാ ഒന്ന് നോക്കണം. വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു അല്ലേ? വെല്ലസ്ലിയുടെ സായും സൈനികത്തിൻ്റെ സായും കൂടെ നോക്കുക. വെല്ലസ്ലി പ്രഭു. വർഷം ഏത് വരും? 1798 വർഷം എന്ന് പറയുക. 1798 വർഷം. വെല്ലസ്ലി പ്രഭുവാണത് കൊണ്ടുവന്നേക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദാണ്. ഏതാണ്? ഹൈദരാബാദാണ്. ഹൈദരാബാദ് ആണ്. ഓക്കെ അല്ലേ? ഹൈദരാബാദ് അല്ലേ? അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? വെല്ലസ്ലി പ്രഭു. റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. 1798. ഈ സൈനികം നോക്കുന്ന നിങ്ങൾക്ക് പാടും. വെല്ലസ്ലിയുടെ സായില്ലേ? പിന്നെ 70 എന്ന് പറയുമ്പോൾ 17 എന്ന് പറയാതെ 70 എന്ന് പറഞ്ഞു നോക്കുക. അപ്പം സൈനിക സഹായം അല്ലേ? 7 എന്നുള്ള എസ്സും വെച്ചിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 1717, 1798 എന്നൊക്കെ പഠിച്ചു വെച്ചിട്ട് സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വന്നിട്ട് നാട്ടുരാജ്യം ഏറ്റവും ആദ്യം ചേർന്ന അല്ലേ, ആ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദായിരുന്നു അല്ലേ? ആദ്യ നാട്ടുരാജ്യം ഹൈദരാബാദായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 2 ഫാക്ടർ ഒന്ന് പഠിക്കുക. നാട്ടുരാജാവിൻ്റെ കാര്യം 1, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സ്ഥിര സൈന്യത്തെ ഉണ്ടാക്കണം. അതേപോലെ എന്ത് വേണം? ഒരു ബ്രിട്ടീഷ് പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിലനിർത്തുകയും വേണം. 2 കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കുക. അതിൻ്റെ കൂടെ സൈനിക സഹായ വ്യവസ്ഥ എന്താണ്, വർഷം ഏതാണ്, ആദ്യം ചേർന്ന നാട്ടുരാജ്യം ഏതെന്നുകൂടി, ഹൈദരാബാദാണെന്നുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ഉൾപ്പെടാത്തവർ. 1ഉം 3ഉമാണ് ഉൾപ്പെടാത്ത ആൾക്കാരല്ലേ? അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും ഉണ്ട് ഇവിടെ അല്ലേ? ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തി ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരല്ലേ? സഖ്യശക്തി ഉൾപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സഖ്യശക്തികളൊന്നും അല്ലേ, അലൈഡ് പവേഴ്സ് സഖ്യശക്തികളുമുണ്ട്, അതുപോലെ അച്ചീർ ശക്തികളുമുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ 2 തരം ശക്തികൾ വന്നിട്ടുണ്ട്. സഖ്യശക്തികളും അച്ചുതണ്ടുമുണ്ട്, സഖ്യശക്തികളുമുണ്ട്. അപ്പോൾ സഖ്യശക്തികൾ എന്ന് പറയുമ്പോൾ 2 പേരും ഇംഗ്ലണ്ടും ഫ്രാൻസും മാത്രമല്ല, അപ്പോൾ അതിന് ആരും കൂടിയുണ്ട്. അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്. ഇംഗ്ലണ്ട് മീൻസ് ബ്രിട്ടനും ഫ്രാൻസും ചൈനയുമുണ്ട്. ബ്രിട്ടനും അതുപോലെ ഫ്രാൻസും ചൈനയും കൂടി ചേരുന്നതാണ് എന്ത്? ഈ സഖ്യശക്തികൾ എന്ന് പറയുന്ന സഖ്യശക്തികൾ. അതിൻ്റെ കൂടെ ആരും കൂടി ചേർന്ന് പിന്നീട് സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ അമേരിക്കയും കൂടി ചേർന്നു.
ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സഖ്യത്തിൽ ഉൾപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. അതർവൈസ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. പിന്നെ ആരും കൂടി പിൽക്കാലത്ത് ചേർന്നിട്ടുണ്ട്? സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും കൂടി സഖ്യശക്തിയിൽ ചേർന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അച്ചുതണ്ട് പാർട്ടികൾ ആരൊക്കെയാണ്? അച്ചുതണ്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഏതൊക്കെ പാർട്ടി അച്ചുതണ്ടിനകത്ത് വരും? ആക്സിസ് പവേഴ്സിൽ ആരൊക്കെ വരുന്നുണ്ട്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അല്ലേ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇത് രണ്ടും എയുടെ ആൾക്കാർ അല്ലേ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അത് രണ്ടും അച്ചുതണ്ടി വരുന്ന ആൾക്കാരാണ്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ് അച്ചുതണ്ടി വരുന്ന ആൾക്കാരെന്ന് പറയും അല്ലേ? അപ്പോൾ സഖ്യശക്തികളെയും പഠിക്കുക, അച്ചുതണ്ട് ശക്തികളെയും പഠിക്കില്ലേ? ഇവർ രണ്ടും എപ്പോഴുള്ളവരാണ്? രണ്ടുപേരും രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉള്ളവരാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതേപോലെ ചോദിക്കണം ഒരു നിർബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്തുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം. അതിൻ്റെ ഫാക്ട്സ് ആൻഡ് ഓൾറൗണ്ട് ഒന്ന് വായിക്കുകയും കൂടി വേണം. ഓക്കെ, അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടും എന്നാണ് പ്രതീക്ഷ. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം? തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തതും മൂന്നാമത്തതുമാണ് ഉൾപ്പെടാത്തത്. 2ഉം 3ഉമാണ് ഉൾപ്പെടാത്തത് അല്ലേ? അപ്പോൾ ഈ ചേര രാജവംശവും അതുപോലെ തന്നെ ചോളയും ആരാണ്? സംഘകാലഘട്ടത്തിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, ഉൾപ്പെടാത്തത് ആരൊക്കെയാണ്? മൂഷക വംശം അല്ലേ? മൂഷക വംശം ഇത് രണ്ടുമാണ്. 2, 3ഉമാണ് വേണ്ടാത്തത്. അപ്പോൾ സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടുന്ന ആരൊക്കെയുണ്ട് ഇവിടെ? ചേര വംശവുമുണ്ട്, ചോള രാജവംശമുണ്ട്. ഈ ചേര വംശം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘകാലത്ത് കേരളത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ ഭരിച്ചിരുന്ന രാജവംശമാണെന്ത്? ചേരവംശം. കേരളത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ കാണപ്പെട്ട രാജവംശമാണെന്ത്? ചേരവംശം എന്ന് പറയാം. അവരുടെ ഈ ചേരന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും എന്താണെന്നറിയോ? വാഞ്ചിയാണ് അവരുടെ ആസ്ഥാനം. ഇവർ അമ്പും വില്ലും ഒക്കെയാണ് ഉപയോഗിക്കുക. അതുപോലെ കെട്ടിൽ നമ്മൾ നെടും ചേരലാതൻ, ചെങ്കുട്ടവൻ എന്നൊക്കെ പറയാം. പ്രധാനപ്പെട്ട രാജ ചെങ്കുട്ടവൻ അല്ലേ? ചേരൻ ചെങ്കുട്ടവൻ. ഏറ്റവും പ്രധാന രാജാവ് ചെങ്കുട്ടവനാണ്. അതുപോലെ ഈ ചേരന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു സംഘകാല കൃതികളുണ്ട്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ചേര രാജാക്കന്മാരെ പറ്റി പ്രതിപാദിക്കുന്നവരെ പറ്റി പറയുന്ന സംഘകാല കൃതികളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഈ 10 അല്ലേ? നമ്മൾ കേട്ടിട്ട് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. 10 ഉണ്ട്. അതുപോലെ പുറനാനൂറ് SCERT കണ്ടൻ്റാണ്. 10 പുറനാനൂറുണ്ട്. അതുപോലെ എന്താണ്? അകനാനൂറുണ്ട് അല്ലേ? ഇതെല്ലാം ചേരന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതികളാണ്. ഏതൊക്കെ? 10, പുറനാനൂറ്, അകനാനൂറ് എന്ന് പറഞ്ഞ ഈ 3 കൃതികൾ സംഘകാല കൃതികളാണ്. ഇത് 3ഉം എന്താണ്? ചേര രാജാക്കന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന കൃതികളെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ഏറ്റവും ചേരൻ ചെങ്കുട്ടൻ വളരെ എന്താ പറയുക സംഘകാല അല്ലെങ്കിൽ ചിലപ്പതികാരത്തിൽ വരെ അല്ലേ? ചിലപ്പതികാരത്തിൽ വരെ പ്രതിപാദിക്കുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ രാജാവാണ് ആര്? ഈ ചേരൻ ചെങ്കുട്ടൻ എന്ന് പറഞ്ഞ കാലം. അത്രയേറെ പ്രാധാന്യം അവർക്ക്, അത്രയേറെ വർക്കുകൾ, അത്രയേറെ എന്താണ് ജോലി, അത്രയേറെ അവർ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട്. അത്ര പ്രധാനപ്പെട്ട വ്യക്തികളാണ് ആര്? ചേരൻ ചെങ്കുട്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ സംഘകാലഘട്ടത്തിൽ അല്ലേ 3 കൃതികൾ സംഘകാല കൃതികൾ പഠിച്ചല്ലോ. അത് ചേരന്മാർ ഇപ്പോൾ പറഞ്ഞു 3 ഇനി അടുത്ത ആരാണ്? ചോള രാജാക്കന്മാരും എന്താണ്? സംഘകാലഘട്ടത്തിൽ പെടുന്നവരാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചോളന്മാരെന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ആസ്ഥാനം, ചോളന്മാരുടെ ആസ്ഥാനമേ തഞ്ചാവൂരാണ്. അവരുടെ ആസ്ഥാനം എവിടെയാണ്? തഞ്ചാവൂരാണ് അവരുടെ ആസ്ഥാനം എന്ന് പറയാം. ഇവർ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ രാജേന്ദ്ര ചോളനാണ് പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെ പറഞ്ഞ പേര് ഗംഗയെ കൊണ്ട ചോളൻ എന്ന് പറയാറുണ്ട്. അതുപോലെ എന്താ പറയുക പണ്ഡിത വത്സലൻ എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. ഇതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തഞ്ചാവൂരിൽ നമ്മൾ ഓർക്കുമ്പോൾ തഞ്ചാവൂർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അല്ലേ? തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ക്ഷേത്രം ഏതായിരുന്നു? ബൃഹദീശ്വര ക്ഷേത്രം അല്ലേ? അപ്പോൾ ഈ ചോളന്മാരുടെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? തഞ്ചാവൂരല്ലേ? അവിടെ സ്ഥിതി ചെയ്യുന്ന ആ ക്ഷേത്രം ഏതാണ്? ഈ ബൃഹദീശ്വര ക്ഷേത്രം. ഓർത്തിരിക്കുക. അങ്ങനെ കണക്ട് ചെയ്യും. ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂരിലാണുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയ രാജാവ് ആരാണ്? ഈ രാജരാജ 1 അത് ഈ ചോള രാജാക്കന്മാരാണ്. രാജരാജ 1 ആര്? തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് അങ്ങ് പറയുന്നത് കേട്ടോ, നല്ല ഫോമലായിട്ട് പറയുന്നതല്ല. ഓക്കെ, ഇത് രാജരാജ 1 അല്ലേ? നമുക്കങ്ങനെ പറഞ്ഞാൽ തല കയറും.
രാജരാജ ഒന്നാമൻ എന്ന് പറഞ്ഞ ചേര രാജാവാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്, പണിയെഴുപ്പിച്ചിട്ടുള്ളത് അല്ലേ. അദ്ദേഹം തഞ്ചാവൂരാണെന്ന് കൂടി നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ എന്ത് പറയാം, ഈ ചോളന്മാരുടെ എന്താ പറയുക തലസ്ഥാനം എന്ന് പറയുന്ന മെയിൻ വർക്കുകളൊക്കെ നടക്കുന്ന സ്ഥലം എവിടെയാണ്, ഈ തഞ്ചാവൂർ അല്ലേ. അപ്പോൾ അവിടെയാണ് ആരും ഉള്ളത്, ഈ ബൃഹദീശ്വര ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ആ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിർമ്മിച്ച രാജാവ് ആരാണ്, രാജരാജ ഒന്നാമെന്ന് പറഞ്ഞ ചോളരാജാവ്. ഓക്കെ, ഈ ചോളയും ചേരയും കൂടെ തെറ്റിപ്പോകണ്ട കേട്ടോ, എനിക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത് തെറ്റുണ്ടോ നിങ്ങൾക്ക്. ചോളെന്ന് പറയുമ്പോൾ തഞ്ചാവൂർ അവരുടെ ആസ്ഥാനം എന്ന് പറയുക. ഒരു രാജാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്, രാജരാജ ഒന്നാമൻ എന്ന് പറഞ്ഞു. വേറൊരാളുടെ കാര്യം പറഞ്ഞ എന്തായിരുന്നു, രാജേന്ദ്ര ചോളൻ അല്ലേ. അദ്ദേഹത്തെ പറഞ്ഞ പേര് ഗംഗയെ കൊണ്ട ചോളൻ എന്ന് പറയാറുണ്ട്. രാജേന്ദ്രയ്ക്ക് പറഞ്ഞ പേര് ഗംഗയെ കൊണ്ട ചോളൻ എന്ന് പറയാറുണ്ടായിരുന്നു. അതുപോലെ പണ്ഡിത വത്സലൻ എന്നും ഈ രാജേന്ദ്രനെ പറയാറുണ്ട്, രാജേന്ദ്ര ചോളനെ പറയാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ അവരുടെ ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂരാണ്. ആ ക്ഷേത്രം അവിടെ ഉള്ളത്, ബൃഹദീശ്വര ക്ഷേത്രം ഇല്ലേ. അത് നിർമ്മിച്ച ഭരണാധികാരി ആരാണ്, രാജരാജ ഒന്നാമൻ. ചോളന്മാരെ ഓർത്തല്ലോ. അപ്പോൾ അത് അത്രേ. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉൾപ്പെടാതിരുന്നത് 1, 3. ഓപ്ഷൻ എ ആണ് ആൻസർ. കുമിന്താങ് പാർട്ടി, അതുപോലെ ഫിലാങ് പാർട്ടിയും റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാത്ത കാര്യം. റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാത്തവയാണ് അല്ലേ, ഉൾപ്പെടാത്തവയാണ്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരിക്കുന്ന ആരൊക്കെയാണ്, കുമിന്താങ് പാർട്ടിയും അതുപോലെ ഫലാങ് പാർട്ടിയുമാണ് റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാത്തത് അല്ലേ. അപ്പോൾ ഏതൊക്കെ ബാക്കി ഏത് വരുന്ന റഷ്യൻ വിപ്ലവത്തിൽ, ബോൾഷെവിക്കും അതുപോലെ മെൻഷെവിക്കും റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടുന്ന പരിപാടി അല്ലേ. ബോൾഷെവിക്കും അതുപോലെ പിന്നെന്താണ് മെൻഷെവിക് പാർട്ടികളും മെൻഷെവിക് പാർട്ടിയും ഈ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ മറ്റെന്തൊക്കെ കൂടി വരാം, ബോൾഷെവിക്കും മെൻഷെവിക്കും അല്ലാതില്ലേ. ബോൾഷെവിക് എന്ന് പറയുമ്പോൾ ആര് നേതൃത്വം കൊടുക്കുന്ന അതിനകത്ത് വരുന്നത്, ലെനിൻ്റെയും അതുപോലെ ആരാണ്, ട്രോട്സ്കി. ലെനിൻ ആൻഡ് ട്രോട്സ്കിയാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ അല്ലേ. അപ്പോൾ മെൻഷെവിക് എന്ന് പറയുമ്പോൾ ആരാണ്, അലക്സാണ്ടർ കെരൻസ്കിയാണ്. മെൻഷെവിക് എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ കെരൻസ്കി അല്ലേ. അപ്പം ബോൾഷെവിക്കും മെൻഷെവിക്കും റഷ്യൻ വിപ്ലവത്തിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബോൾഷെവിക്കിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആർക്കാണ്, ലെനിനും അതുപോലെ ട്രോട്സ്കിയുമാണ്. അതുപോലെ മെൻഷെവിക്കിൻ്റെ ആരാണ്, അലക്സാണ്ടർ കെരൻസ്കിയാണ്. ഓർക്കാമല്ലോ, മെൻഷെവിക്ക് അലക്സാണ്ടർ കെരൻസ്കി, ബോൾഷെവിക്ക് ലെനിനും ട്രോട്സ്കിയുമാണ്. ഈ രണ്ട് പരിപാടി, ഇത് രണ്ടും അല്ലാതെ ബാക്കി ഏതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും ഈ റഷ്യൻ വിപ്ലവം എന്ന് പറയുമ്പോൾ. അതായത് സോഷ്യലിസം എന്ന ഒരു ആശയം വ്യാപിക്കാൻ കാരണം വിപ്ലവം ഏതാണ്, റഷ്യൻ വിപ്ലവമാണ്. ലോകത്തിൽ സോഷ്യലിസം എന്ന ഇപ്പോഴും പിവയ്ക്കുക കേട്ടോ, ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണ്, റഷ്യൻ വിപ്ലവമാണ്. സോഷ്യലിസം എന്ന ആശയം. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ബ്ലഡി സൺഡേ ഇവിടുത്തെ പ്രത്യേകത അല്ലേ. ബ്ലഡി സൺഡേ ഇവിടെ വരുന്നതാണ്, രക്തരൂഷിതമായ ഞായറാഴ്ചയാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്ന സംഭവം അല്ലേ. അതുപോലെ വരുന്ന ഫെബ്രുവരി വിപ്ലവം അതുപോലെ ഒക്ടോബർ വിപ്ലവം അല്ലേ. ഫെബ്രുവരി വിപ്ലവം ഉണ്ട്, അതുപോലെ ഒക്ടോബർ വിപ്ലവം ഉണ്ട്. ഈ ബോൾഷെവിക്കിൻ്റെ ഭരണം വരുന്നത് എപ്പോഴാണ്, ഈ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷമാണ് വരിക. അതൊക്കെ പോട്ടെ, കഥയൊന്നും നമുക്ക് പറയേണ്ട ഇവിടെ. അപ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി, റെസ്റ്റ് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിന് രക്തരൂക്ഷ ഞായറാഴ്ച, ബ്ലഡി സൺഡേ ഓർത്തിരിക്കാം. റഷ്യൻ വിപ്ലവം വരുമ്പോൾ ഫെബ്രുവരി വിപ്ലവം ഓർത്തിരിക്കാം. അതുപോലെ ഒക്ടോബർ വിപ്ലവം ഇവിടെ തന്നെയാണ് കേട്ടോ. രക്തരൂക്ഷ ഞായറാഴ്ച, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, ബോൾഷെവിക് പാർട്ടികൾ, മെൻഷെവിക് പാർട്ടികളൊക്കെ ഇവിടെ വരുന്നതാണ് റഷ്യൻ വിപ്ലവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകം ഓർത്തിരിക്കും കേട്ടോ. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ 2 പാർട്ടി അല്ലേ, ബോൾഷെവിക് പാർട്ടിയും മെൻഷെവിക് പാർട്ടിയും ഉണ്ട്. ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടി പറയാം. ബോൾഷെവിക് കൊടുക്കുന്ന ആരൊക്കെയാണ്, ലെനിനും അതുപോലെ ട്രോട്സ്കിയുമാണ്. മെൻഷെവിക് എന്ന് പറയുമ്പോൾ നേതൃത്വം കൊടുക്കുന്ന ആരാണ്, അലക്സാണ്ടർ കെരൻസ്കിയാണ്. ഓർക്കാമല്ലോ. പിന്നെ വരുന്ന പദ്ധതി ഏതൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തേക്കുന്ന അവിടെ ഏതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റണം. ഒരു ഞായറാഴ്ച അല്ലേ, ബ്ലഡി സൺഡേ രക്തരൂക്ഷ ഞായറാഴ്ച ഓർത്തിരിക്കാൻ പറ്റണം. ഫെബ്രുവരി വിപ്ലവം ഓർത്തിരിക്കാൻ പറ്റണം. ഒക്ടോബർ വിപ്ലവം ഓർത്തിരിക്കാൻ പറ്റും. ഇത്രയും കാര്യം ഓർത്ത് ഏതെങ്കിലും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കുമിന്താങ് പാർട്ടിയൊക്കെ ഇവിടെ വരിക, കുമിന്താങ് പാർട്ടി അതുപോലെ തന്നെ കുമിന്താങ് പാർട്ടി നമുക്ക് ഇവിടെ വരുന്നുണ്ട് പറയാം. കുമിന്താങ് പാർട്ടി അല്ലേ. കുമിന്താങ് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അവിടെ തന്നെ ആയിരിക്കണം, കുമിന്താങ്. ചൈനീസ് അല്ലേ, ചൈനീസ് നമുക്ക് ഓർത്തിരിക്കുക. കുമിന്താങ് പാർട്ടി എന്ന് വരുമ്പോൾ ഓർക്കുന്ന സംഭവം ഏതായിരിക്കണം,
അപ്പോൾ കുമിങ്തങ് പാർട്ടി ആരുടെയാണ്? ചൈനീസിൻ്റെ ചൈനീസിൻ്റെ ആണ് കുമിങ്തങ് പാർട്ടി എന്ന് ഓർക്കുക. ചൈനീസ് വിപ്ലവം ഉണ്ടല്ലോ, കുമിങ്തങ് പാർട്ടി അവിടെ വരുന്നതാണ്. ചൈനീസ് വിപ്ലവത്തിൽ വരുന്നതാണ് കുമിങ്തങ് പാർട്ടി അല്ലേ. അവിടെ നമുക്ക് ഓർക്കാൻ പറ്റും. ചൈനീസ് വിപ്ലവം എന്ന് പറയുമ്പോൾ ഓർക്കുമ്പോൾ ഏതൊക്കെ വരാം ഒന്ന് പറയാം, ഏതൊക്കെ വരുന്നുണ്ട്. അവിടെ ഒന്ന് മെയിൻ കറുപ്പ് വ്യാപാരം, അവരുടെ കറുപ്പ് യുദ്ധമുണ്ട്, ചൈനീസിൻ്റെ കറുപ്പ് യുദ്ധമുണ്ട്. അതുപോലെ കറുപ്പ് യുദ്ധം അല്ലാതെ കറുപ്പ് വ്യാപാരം എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധം കറുപ്പ് യുദ്ധം. ചൈനീസ് വിപ്ലവമാണ് പറയുന്നത്. ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള കറുപ്പ് യുദ്ധമുണ്ട്. അതുപോലെ തന്നെ തുറന്ന വാതിൽ നയമുണ്ട്, ബോക്സാർ കലാപമുണ്ട്, ഓക്കെ, ലോങ് മാർച്ചുണ്ട്, അവിടെ സംസ്കാര വിപ്ലവം 66. അതൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയും എന്താണ് നമ്മുടെ ചൈനീസ് വിപ്ലവത്തിൽ വരുന്ന കാര്യം. ഒന്നുകൂടി പറയാം. കറുപ്പ് വ്യാപാരം, ഓക്കെ, തുറന്ന വാതിൽ നയം, പിന്നെ ബോക്സർ കലാപം, അതുപോലെ തന്നെ ലോങ് മാർച്ച്, സംസ്കാരിക വിപ്ലവം ഒക്കെ ഇവിടെയാണ് ചൈനീസ് വിപ്ലവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഈ റഷ്യൻ വിപ്ലവത്തിൽ പറഞ്ഞ എന്തൊക്കെയായിരുന്നു ഞാൻ? ബോൾഷെവിക് പാർട്ടി, ലെമൻഷിക് പാർട്ടി ഉണ്ട്. ബോൾഷെവിക്ക് കൊടുക്കുന്ന ആരാണ്? ലെനിനും ട്രോട്സ്കിയുമാണ്. മെൻഷെവിക്കിൻ്റെ ആൾക്കാർ ആരാണ് കൊടുത്തേക്കുന്നത്? അലക്സാണ്ടർ കെറൻസ്കിയാണ്. ഇനി ഈ റഷ്യൻ വിപ്ലവം പറയുമ്പോൾ ഓർക്കേണ്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന്? ബ്ലഡി സൺഡേ, രക്തരൂഷിത ഞായറാഴ്ചയുണ്ട്, ഫെബ്രുവരി വിപ്ലവമുണ്ട്, ഒക്ടോബർ വിപ്ലവമുണ്ട്. അത്രയും കൂടെ മെയിൻലി ഓർത്തിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബുധനും അതുപോലെ തന്നെ എന്താണ്? ശുക്രനുമാണ് ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നത്. ബുധനും ശുക്രനുമാണ്. നെക്സ്റ്റ് ചോദ്യം. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലം ഏതാണ്? അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലം ഏതാണ്? ഉത്തരം ഏതാണ്? ഉത്തരം അസ്തനോസ്ഫിയർ ആണ്. ഉത്തരം പ്രഭവമണ്ഡലം ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. അസ്തനോസ്ഫിയർ ആണ് ഇതിൻ്റെ പ്രഭവമണ്ഡലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. നൽകിയിട്ടുള്ള മീസോസ്ഫിയറിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മീസോസ്ഫിയർ. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് നമ്മുടെ മീസോസ്ഫിയർ വരിക അല്ലേ. മീസോസ്ഫിയറിൻ്റെ അതായത് വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ് മീസോസ്ഫിയർ അല്ലേ. നമ്മുടെ ഭൂമിയെ തിരിച്ചേക്കുന്ന ഭൂമിയുടെ പാളികളാണ് ട്രോപ്പോസ്ഫിയർ അല്ലേ. അറിയാം. സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ അങ്ങനെ പോകുന്നു. എക്സോസ്ഫിയർ അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനകത്ത് വരുന്നിട്ടുള്ള മീസോസ്ഫിയറിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. വൈദ്യുതി ചാർജുള്ള അയോൺ അല്ലേ. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെന്താണ്? ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഇത് ഈ പാളിയാണല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് പാളി ആര് തന്നെയാണ്? മീസോസ്ഫിയർ അല്ലേ. അപ്പോൾ ഈ റേഡിയോ തരംഗങ്ങളൊക്കെ തിരിച്ചു വന്നതിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന പാളിയാണ് ഇത് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, മീസോസ്ഫിയർ എന്ന് പറയുന്നത് അതാണ്. മീസോസ്ഫിയർ എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ മെയിൻലി നമുക്കറിയാവുന്നതാണ് അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ അല്ലെങ്കിൽ ഹോമോസ്ഫിയർ നമ്മൾ 5ആയി തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതല്ലേ. ട്രോപ്പോസ്ഫിയറും അല്ലേ. ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട് അല്ലേ. പിന്നെ മീസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, അതുപോലെ അയോണോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ ഉണ്ട്. തെർമോസ്ഫിയറും അയോണോസ്ഫിയർ അതുപോലെ എക്സോസ്ഫിയർ ഇത്രയും പാളികൾ നമുക്കുണ്ട്. ഒന്നുകൂടി പറയാം അതൊക്കെയാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. പിന്നെന്താണ്? മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ ഉണ്ട്. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉപരിതലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന പാളി. മെയിൻ അത് പഠിച്ചാൽ മതി അല്ലേ. അത്രയും കിട്ടും. അവിടെ ഒന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സംവഹന പ്രക്രിയ വഴി അല്ലേ ട്രോപ്പോസ്ഫിയർ ചൂടുപിടിച്ചുകൊണ്ടേയിരിക്കും. വായുവിൻ്റെ സംവഹന പ്രക്രിയ വഴി ഈ ട്രോപ്പോസ്ഫിയർ എപ്പോഴും ചൂടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അതങ്ങ് പഠിച്ചാൽ മതി. ഇനി എന്താ പറയുക? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കെന്ത് പറയാം? എപ്പോഴും വിമാനങ്ങളുടെ അല്ലെങ്കിൽ ഓസോൺ പാളി ഓർക്കണം. സ്ട്രാറ്റോസ്ഫിയർ ഓർക്കുമ്പോൾ എന്തോർക്കണം? ഓസോൺ പാളി. SO സ്ട്രാറ്റോസ്ഫിയർ ഓർത്താൽ എപ്പോഴും ഓസോൺ പാളികൾ ഓർത്താൽ മതി അല്ലേ. അപ്പോൾ ഓസോൺ ഉള്ള പാളി, അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ മീസോസ്ഫിയർ വന്നില്ലേ. മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും വൈദ്യുത ചാർജുള്ള അയോണിൻ്റെ സംഭവം. അപ്പോൾ മെയിൻലി കുറച്ച് പോയിന്റ് അതിൻ്റെ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ കാശ്മീർ ഹിമാലയം. കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നിവ വരുന്ന
ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയമാണ്. കാശ്മീർ ഹിമാലയമാണ്. ഓക്കെ, കാശ്മീർ ഹിമാലയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ മൂന്നിനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കാപ്പിയാണ്. കേട്ടോ. നെക്സ്റ്റ്, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇളമ്പലേരി മല. ഇളമ്പലേരി കുന്നുകളാണ് ചാലിയാർ ഉത്ഭവിക്കുന്ന നദിയിൽ. ചാലിയാറിൻ്റെത് ഇളമ്പലേരി കുന്നുകളാണ് ചാലിയാർ ഉത്ഭവിക്കുന്ന മലയെന്ന് പറയും. ഇളമ്പലേരി കുന്നുകളാണ് ചാലിയാർ ഉത്ഭവിക്കുന്ന നദി എന്ന് പറയാം. നാലാമത്തത് അല്ലേ എന്ന് പറയാം. നെക്സ്റ്റ്, ചന്ദ്രനിലെ ശിവശക്തി പോയിൻ്റ് ഏത് രണ്ട് കൃത്യത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുക? ശിവശക്തി പോയിൻ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാൻസിനസ്, സി സിംബൈലിസ് എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ചോദ്യം, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ ഡി, നീതി ആയോഗ്. ഉത്തരം നീതി ആയോഗാണ് ഉത്തരം. ഹരിത വിപ്ലവത്തിൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത് എന്താണ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്താണ്? ഓപ്ഷൻ ഡി, MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ്. അടുത്ത ചോദ്യം, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം. ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നബാർഡാണ്. നബാർഡാണ് ഉത്തരം. നെക്സ്റ്റ്, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? എന്താണ്? പണപ്പെരുപ്പം എന്നാണ് പറയുക. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? പണപ്പെരുപ്പം എന്നാണ് പറയുക. പണപ്പെരുപ്പം എന്നാണ് പറയുക. നെക്സ്റ്റ്, ഒന്ന് ഓർത്താൽ മതി അല്ലേ, സാധനങ്ങളുടെ വില കൂടുമ്പോൾ നമ്മുടെ പൈസ ഒരുപാട് വേണ്ടേ വാങ്ങിക്കാനായിട്ട്, അപ്പോൾ നമ്മുടെ കയ്യിൽ പണം പെരുക്കും എന്ന് ഓർത്താൽ മതി. ഓക്കെ. നെക്സ്റ്റ്, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാനപ്പെട്ട അളവുകോലാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP. നെക്സ്റ്റ്, 24-25 ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ആരാണ്? നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഉത്തരം അങ്ങോട്ട് നോക്കാം. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ബിയും സിയും ശരിയാണ്. അതായത് ഇത് രണ്ടും അല്ലേ, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത് 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമുക്കറിയാവുന്ന കാര്യത്തിൽ 44ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തിൻ്റെ ചെയ്തു മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തില്ലേ. 300A എന്നൊക്കെ ഇപ്പോൾ അങ്ങനെ സംഭവങ്ങളുണ്ട്, പുറത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ 4 പ്രസ്താവനയുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം വായിച്ചെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഇവിടെ ഏതൊക്കെയാണ് ശരി? അത് എയും ബിയും ഡിയും തെറ്റാണ്. ഓക്കെ അല്ലേ, സി മാത്രമാണ് നമുക്ക് ശരിയായ സംഭവം അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഓർത്തു വെച്ചോളൂ. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. സ്വതന്ത്ര ലേബർ പാർട്ടി ഡോക്ടർ BR അംബേദ്കറാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എവിടെയാണ്? നിർദ്ദേശ തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലേ. പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കും. 73 നമുക്ക് മനസ്സിലാകുന്നതിനെക്കുറിച്ച് എഴുതിയാന്നല്ലേ. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതി, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, അവശിഷ്ടാധികാരങ്ങൾ എന്നിവയുണ്ട്. അതിൽ ചേരുംപടി ചേർക്കുമ്പോൾ ഏതായിരിക്കും നമ്മുടെ ഉത്തരമായി വരിക എന്ന് നോക്കാം. ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക.
അടിയന്തരാവസ്ഥ നമുക്കറിയാം. അടിയന്തരാവസ്ഥ ആരോട് ചേർക്കാം? ജർമ്മനി അല്ലേ. അടിയന്തരാവസ്ഥ നമുക്ക് ജർമ്മനിയാണ് വരുന്നത്. അടിയന്തരാവസ്ഥ ജർമ്മനി. നെക്സ്റ്റ് വരുന്നത് എന്താ പറയുക, ഭരണഘടനാ ഭേദഗതി ചെയ്തേക്കുന്ന ആരാണ്? ആരെ അനുകൂലിച്ചിട്ടാണ്? സൗത്ത് ആഫ്രിക്ക അല്ലേ. സൗത്ത് ആഫ്രിക്ക അനുസരിച്ചിട്ടാണ്. നെക്സ്റ്റ് ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ വരുന്നത് എവിടെയാണ്? അമേരിക്കയുമായി നമുക്ക് കടമെടുത്തതാണ്. പിന്നെ വിശിഷ്ടാധികാരങ്ങൾ നമുക്കറിയാം എന്താണ്? കാനഡയാണ് അല്ലേ. നമുക്ക് രണ്ടെണ്ണം പ്രധാനമായിട്ട് എപ്പോഴും അറിയാം. അടിയന്തരാവസ്ഥ മീൻസ് എമർജൻസി ജർമ്മനിയാണ് അല്ലേ. എമർജൻസി അടിയന്തരാവസ്ഥ ജർമ്മനിയാണ് നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റിയ, മറക്കാത്തൊരു സാധനമാണ്. എല്ലാവരും മിക്കവരും മറക്കില്ല. പിന്നെ അവശിഷ്ടാധികാരങ്ങളില്ലേ എന്ന് പറയുമ്പോൾ റെസിഡ്യൂവൽ പവേഴ്സ്, അത് കാനഡയാണെന്ന് നമുക്ക് അങ്ങ് അറിയാം. ഈ ടാ വെച്ച് പിടിക്കണം. ടായും ഡായും ഇല്ല ഇവിടെ. കാനഡ അവശിഷ്ടാധികാരങ്ങൾ അത് വെച്ച് പിടിക്കണം. ആ രണ്ടും അറിയാത്ത ആരുമില്ല. പിന്നെ ഈ രണ്ടും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അറിയത്തില്ലെങ്കിൽ എഴുതാൻ പറ്റും. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയും ഉപരാഷ്ട്രപതി ചുമതലകൾ അമേരിക്കയുമാണെന്ന് അറിയില്ലേ. അപ്പോൾ അടിയന്തരാവസ്ഥ ജർമ്മനിയാണ്, ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയാണ്, ഉപരാഷ്ട്രപതി ചുമതലകൾ ഉപരാഷ്ട്രപതിയുടെ അമേരിക്കയാണ്, അവശിഷ്ടാധികാരങ്ങൾ എപ്പോഴും ആരുടെയാണ്? കാനഡയാണ്. അത് രണ്ടും മറക്കല്ലേ. രണ്ട് ഫാക്ട്, ജർമ്മനിയും കാനഡയും ഒന്നും മറക്കരുത് ഒരിക്കലും. ഓക്കെ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ്റെ പേരെന്താണ്? സർക്കാരിയ കമ്മീഷൻ അല്ലേ. 12ാം വകുപ്പൊക്കെ സർക്കാരിയ കമ്മീഷൻ 12 ഓർക്കുക. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. ഇനിയുള്ളത്, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിഷപ്പടക്കാൻ കഴിയൂ. ഇതാരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിനാണ് അല്ലേ. സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് കാര്യം. ഓക്കെ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ രചയിതാക്കൾ ആരൊക്കെയാണ് അല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരം ഓപ്ഷൻ എ കേട്ടോ. ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള മോചനം അല്ലേ. അതാരാണ്? ആങ് സാങ് സൂക്കിയാണ്. നെക്സ്റ്റ്, ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ, നമ്മൾ അങ്ങനെ പഠിച്ചേക്കുന്ന ഇംഗ്ലീഷ് പേരാകട്ടെ എപ്പോഴും. ലോങ് വാക്ക് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, നെൽസൺ മണ്ടേലയുടെയാണ്. ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന് 2 മാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ ഇസയാ ബെർലിൻ്റെയാണത്. ഇസയാ ബെർലിൻ്റെയാണ് ലിബർട്ടി വരുന്നത്. 2 മാനദണ്ഡങ്ങൾ ഇല്ലേ. ഇസയാ ബെർലിൻ്റെയാണ്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യത്തിലേക്കെന്ന് പറയുമ്പോൾ അത് JS മില്ലാണ്. JS മില്ലിൻ്റെയാണ്. ഓൺ ലിബർട്ടി, സ്വാതന്ത്ര്യത്തിലേക്കെന്ന് പറയുമ്പോൾ അത് ഓൺ ലിബർട്ടി SS മില്ലിൻ്റെയാണ്. അപ്പോൾ ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാങ് സൂചി. അവരുടെ പെണ്ണുങ്ങളല്ലേ, ഭയമില്ല. എല്ലാ പെണ്ണുങ്ങൾക്കും ഭയമുണ്ടല്ലോ, ഇല്ലാത്തവരുമുണ്ട്. ഭയം നോക്കുമ്പോൾ അതൊരു ആങ് സാങ് സൂചി, അവരെ മുഖമൊക്കെ ഓർത്ത് നമുക്ക് കിട്ടും. ഭയത്തിൽ നിന്നുള്ള മോചനം എന്നുള്ള സംഭവം എഴുതാൻ പറ്റിയ ആളവർ തന്നെയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം തന്നെയാണ്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സൂചിയാണ്. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല. നല്ല സ്ട്രോങ് ആയിട്ട് മുഖം ഒന്ന് ഓർത്താൽ മതി. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ എന്ന് പറയും ഇസയാ ബെർലിൻ്റെയാണ്. 2 മാനങ്ങൾ ഇസയുടെയാണ്. സ്വാതന്ത്ര്യത്തിലേക്കെന്ന് പറയുമ്പോൾ അത് JS മിൽ. ഒന്നുകൂടി പെതിയോ എന്ന് പറയാം. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാങ് സൂക്കി, ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല, ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി ഇസയാ ബെർലിൻ, ഓൺ ലിബർട്ടി JS മിൽ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, നാരീശക്തി വന്ദന അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20 ഓക്കെ. പാസ്സാക്കിയതെന്നാണ്, ലോക്സഭ പാസ്സാക്കിയതെന്ന് ചോദിച്ചത് കേട്ടോ. അതാണിത്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി, ഏതാണ്? ഉത്തരം നമുക്ക് എന്തെഴുതാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കളിത്തട്ട് എന്നാണ് അതിൻ്റെ പേര്. നാടൻ കളിക്ക് കളിത്തട്ട് എന്നാണ് നമ്മുടെ കായിക വകുപ്പ് ആരംഭിച്ചേക്കുന്ന പദ്ധതിയുടെ പേര്. കളിത്തട്ട് എന്നാണ് പേര്. കളിത്തട്ട്. നെക്സ്റ്റ്, കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ്, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്നേഹ സ്വാന്തനം. ഓക്കെ. അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.